എല്ലാവർക്കും നമസ്കാരം. നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന് പറയാവുന്ന ഒരു സർവേ സ്കീം. ഈ സ്കീം ഈ വർഷം ജനുവരി 1 മുതൽ ഈ മാസം ഫെബ്രുവരി അവസാനം വരെയായിട്ട് 2 മാസം പൂർണ്ണമായ സമയമെടുത്ത് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേരള സർക്കാർ തീരുമാനിച്ചിരുന്നത്. അതിന് പ്രഖ്യാപിതമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പലതരത്തിലുള്ള ജനോപകാരപ്രദമായിട്ടുള്ള സ്കീമുകളുണ്ട്. ആ സ്കീമുകളുടെയൊക്കെ ഇഫക്റ്റീവ്നെസ് എന്താണ്, അതിനെക്കുറിച്ച് അതിൻ്റെ ബെനഫിഷ്യറീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറയാനുള്ളത് എന്താണ്, എന്ത് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്, അതിനനുസരിച്ച് പുതുതായിട്ടുള്ള നയരൂപീകരണത്തിന് നിലവിലുള്ള നയങ്ങളിൽ സ്കീമുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതെല്ലാം തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സർവേ നടത്തിയത്. ഇതാണ് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം. എന്നാൽ ഈ നവകേരള സിറ്റിസൺ റെസ്പോൺസ് സ്കീം എന്നത് പൂർണ്ണമായും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്നും അതിന് ഭരണപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സാധുതയുമില്ല എന്നും അതിന് അപ്രൂവലുകൾ പോലുമില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് KSUവിൻ്റെ ഭാരവാഹിയായിട്ടുള്ള അലോഷ്യസ് സേവ്യറും എറണാകുളത്ത് നിന്നുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധിയും കോടതിയിൽ കേസ് കൊടുക്കുന്നു. കോടതി ഇത് പരിശോധിക്കുന്നു, സർക്കാരിനോട് അവരുടെ ഭാഗം പറയാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ സർക്കാർ അവരുടെ ഭാഗം വന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് ചട്ടങ്ങൾ പാലിക്കാതെ നടത്തുന്ന ഒരു സ്കീമാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കൂടി ഉൾപ്പെട്ട 2-അംഗ ബെഞ്ച് ഈ ഒരു പരിപാടി റദ്ദാക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്താണ്, ഇതിൻ്റെ രാഷ്ട്രീയ ലാക്ക് എന്തായിരുന്നു, എന്താണ് കോടതി പറഞ്ഞത്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത്. നോക്കാം. ഇതിലാദ്യം പരിശോധിക്കേണ്ടത് ഈ പരിപാടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നതിൻ്റെ സർക്കാരിൻ്റെ ന്യായീകരണമാണ്. സർക്കാർ പറയുന്നത് ഇങ്ങനെയാണ്: സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വികസനക്ഷേമ പദ്ധതികളുടെ ഫലപ്രാപ്തി മെച്ചപ്പെടുത്താനും ജനങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായവും ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം. ജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിച്ച് ഭാവിയിലെ നയനിർമ്മാണത്തിന് ശാസ്ത്രീയ അടിത്തറ സൃഷ്ടിക്കുന്നതാണ് ഈ പഠന പരിപാടിയുടെ പ്രധാന ലക്ഷ്യം എന്നാണിത് പറയുന്നത്. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരിപാടിയുടെ സമയം ഈ ഫെബ്രുവരി മാസം അവസാനത്തോടു കൂടി തീരുന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടുന്ന തീയതികളൊക്കെ തന്നെ പ്രഖ്യാപിക്കും. അതോടുകൂടി മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് അഥവാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അത് വന്നാൽ പിന്നെ ഒരു തരത്തിലുള്ള നയ തീരുമാനങ്ങളും എടുക്കാനായിട്ട് സർക്കാരിന് കഴിയില്ല. എന്നുവെച്ചാൽ ഈ നടത്തുന്ന സർവേയുടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപിതമായിട്ടുള്ള ഉദ്ദേശം, അതിൻ്റെ കാഴ്ചപ്പാട്, അത് പൂർത്തീകരിക്കാനായിട്ട് ഇനി സമയമില്ല, അത് ചെയ്യാനുള്ള സാവകാശമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പിന്നെ എന്തിനാണ് നയരൂപീകരണത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി നയരൂപീകരണത്തിന് ഒരു സ്കോപ്പുമില്ലാത്ത സമയത്ത് നടത്താനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണോ അതുകൂടി പരിഗണിക്കണം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മറ്റൊരു കാര്യം കൂടി നോക്കണം. അത് ഇതിന് എത്രത്തോളം ചെലവ് വരും എന്നുള്ളതാണ്. ഇതിന് പ്രതീക്ഷിക്കപ്പെടുന്ന ചെലവ് ഏതാണ്ട് 20 കോടി രൂപയാണ് എന്നുള്ളതാണ് വിവരം. എല്ലാ വീടുകളിലും ഇതിൻ്റെ വോളണ്ടിയർമാർ ചെന്ന് അവിടെ നിന്ന് ഈ സർവേ നടത്തി അതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കും. അപ്പോൾ ഇത് ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ്. 14 ജില്ലകളിലും വോളണ്ടിയർമാർ എത്തണം, ഓരോ വീട്ടിലും വോളണ്ടിയർമാർ എത്തണം. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഈ വിവരം ക്രോഡീകരിക്കുന്നതിനോ അതിലേതെങ്കിലും നയവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അതിനോ ഉള്ള യാതൊരു വിധത്തിലുള്ള സാവകാശവുമില്ല. പക്ഷേ ഇതിന് ഭാരിച്ച ചെലവുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ നികുതി പണത്തിൽ നിന്ന്, നമ്മുടെ ഖജനാവിൽ നിന്ന് ഈ 20 കോടി രൂപ എടുത്ത് ചെലവാക്കുന്നതിന് വേണ്ടുന്ന അപ്രൂവലുകളുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ബജറ്റിൽ ഇത് വകയിരുത്തിയിരിക്കുന്ന ഒരു പ്രഖ്യാപനമല്ല എന്നുള്ളതാണ് പ്രധാനം. അതായത് ഈ പദ്ധതിക്ക് വേണ്ടി ഇപ്പോൾ 20 കോടി രൂപയാണ് ചിലവാകുന്നത് എങ്കിൽ ആ 20 കോടി രൂപ ഈ പദ്ധതിക്ക് എന്ന പേരിലേക്ക് ഒരു തരത്തിലുമുള്ള ബജറ്റ് അലോക്കേഷൻ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ന്യൂനത. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളെ മാത്രം ലക്ഷ്യം നിർത്തി ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപിത ലക്ഷ്യം ഒരു തരത്തിലും പൂർത്തീകരിക്കാൻ കഴിയാത്ത, അതിനുള്ള സമയം അവശേഷിക്കാത്ത ഒരു സർക്കാർ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഇതിൻ്റെ രാഷ്ട്രീയ ലാക്ക്. ഇതിലേക്ക് കോളേജ് സ്റ്റുഡൻസിനെയും പിന്നീട് വോളണ്ടിയർമാരായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരെയും ഒക്കെ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം തന്നെ ഇങ്ങനെ വോളണ്ടിയർമാരായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെ പാർട്ടിക്കാരാണ് എന്നാണ്. അതായത് സർക്കാരിൻ്റെ പദ്ധതികൾ, ഇന്ന പദ്ധതികൾ ഇവിടെ ഉണ്ട് എന്ന് എല്ലാ വീടുകളിലും വന്ന് ബോധവൽക്കരിക്കുന്നതിന്, അങ്ങനെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്ന, ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം നടത്തുന്നതിന്, പാർട്ടിയുടെ ആശയങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നതിന്, ഈ സർക്കാരിൻ്റെ ഒരു ഭരണ തുടർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതികളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ
എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശം നൽകുന്നതിന് ഒക്കെ തന്നെ ഇങ്ങനെ വോളണ്ടിയർമാരായിട്ട് പോകുന്ന ആൾക്കാരെ ഉപയോഗപ്പെടുത്തുന്നതിന് സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം. ആ ആരോപണം ഏറെക്കുറെ ശരിയുമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ലക്ഷ്യങ്ങളൊന്നും തന്നെ പൂർത്തീകരിക്കുന്നതിന് ഒരു തരത്തിലുള്ള സമയവുമില്ല. കിട്ടുന്ന ഫീഡ്ബാക്കൊക്കെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിരുന്ന സമയം പോലുമില്ല. കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ചെലവിൽ, സർക്കാർ ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയുടെ ആശയങ്ങളെ, പാർട്ടിയുടെ താല്പര്യങ്ങളെ ഒരു ക്യാമ്പയിൻ പോലെ ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടി വീടുകളിലേക്ക് സ്ക്വാഡുകളെ വിട്ട് പാർട്ടിക്കാരെ കൊണ്ട് സാധാരണ ചെയ്യിപ്പിക്കുന്ന കാര്യം സർക്കാർ ചെലവിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറുക്കുവഴി, എന്നാൽ ഒരു എളുപ്പവഴി എന്ന രീതിയിലാണ് ഈ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം. ഇവിടെ കോടതി കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവയ്ക്കെല്ലാം തന്നെ ബജറ്ററി അലൊക്കേഷനായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏതാണ്ട് 4.6 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസിനാണ് ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് 20 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, ഈ എക്സസൈസിനെ ഒരു സ്പെഷ്യൽ PR ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് പരിഗണിച്ചിട്ടാണ് ഈ 20 കോടി രൂപയുടെ അലൊക്കേഷൻ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരേണ്ടിയിരുന്ന ഒരു പദ്ധതിയെ അവിടെ നിന്ന് മാറ്റി PRDയുടെ കീഴിൽ കൊണ്ടുവന്ന് കമ്മ്യൂണിറ്റി ലിസണിംഗ് സ്കീം എന്നൊരു കാര്യത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള റൂൾസ് ഓഫ് ബിസിനസ് ആണ് എന്ന് കോടതി കണ്ടെത്തുന്നുണ്ട്. തന്നെയുമല്ല, അത് പെട്ടെന്ന് ഈ തുക അലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറുക്കുവഴിയാണ് എന്നുകൂടി കോടതി കണ്ടെത്തുന്നു. ഈ പദ്ധതിക്ക് 2025 ഒക്ടോബർ മാസം 8-ാം തീയതി ക്യാബിനറ്റ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എന്ന വാദം കൊണ്ട് ഈ ഒരു കാര്യത്തിനെ മറികടക്കാൻ കഴിയില്ല എന്നുകൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഈ നവകേരള സർവേ നടത്തുന്നതിന് വേണ്ടി വോളണ്ടിയർമാരെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു കൊടുത്തിരിക്കുന്ന കർമ്മസേനയുടെ ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടൽ ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഉണ്ടാക്കിയതുമായിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ അതിൽ രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധരായിട്ടുള്ള ആൾക്കാരെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് 2020 ജനുവരി മാസത്തിൽ ഈ ഒരു പോർട്ടൽ തുറന്നത്. അതായത് ഈ തുറന്നിരിക്കുന്ന പോർട്ടലിന് ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം ഒരിക്കലും നവകേരള സർവേ നടത്തുക എന്നുള്ളതായിരുന്നില്ല. നവകേരള സർവേ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെ സർക്കാരിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തണം എന്ന രീതിയിലത്തേക്കുള്ള താല്പര്യത്തോടു കൂടി CPM എന്ന പൊളിറ്റിക്കൽ പാർട്ടി തന്നെ ഈ നവകേരള സർവേക്കുള്ള തീരുമാനം സർക്കാർ എടുക്കുന്നതിന് വളരെ മുമ്പേ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇറക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളെയും അറിയിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അതേ താല്പര്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഒരു സർക്കാർ പരിപാടിയായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുത്തത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഈ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് കർമ്മസേനയിലേക്ക് ആളെ കൂട്ടുന്നതിന് വേണ്ടുന്ന രീതിയിൽ കേരളം നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തത്തിനെയോ ഒരു പ്രാദേശികമായിട്ടുള്ള ദുരന്തത്തിനെയോ അഭിമുഖീകരിക്കുന്നില്ല എന്നുള്ളത് കൂടി ഇവിടെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, റൂൾസ് ഓഫ് ബിസിനസ്സിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു രീതിയിലത്തേക്ക് ഫണ്ട് അലൊക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യം. 2, നവകേരള സർവേയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാതിരുന്ന കർമ്മസേന അംഗങ്ങൾ വോളണ്ടിയർമാരായിട്ട് ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ടുണ്ടായിരുന്ന അവർക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലിനെ മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക വഴി, തന്നെയുമല്ല സർക്കാർ ഈ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളിലേക്ക് സമാനമായിട്ടുള്ള നിർദ്ദേശം കൈമാറിയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ഈ പെറ്റീഷണർമാർ പറഞ്ഞിരിക്കുന്ന ആക്ഷേപങ്ങളെല്ലാം തന്നെ തള്ളിക്കളയാനാവുന്നതല്ല എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചത്. സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ട് ആ സമയത്ത് ഇവിടെ സഭ സെഷനിലായിരുന്നിട്ടും സഭയെ ഇത് അറിയിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി ഇവിടെ കോടതി കണ്ടെത്തുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരിക്കുന്ന 20 കോടി രൂപയുടെ അലൊക്കേഷൻ എന്നുള്ള ഒരു തീരുമാനം ഒരു അഡീഷണൽ എക്സ്പെൻഡിച്ചറാണ്. അതുകൊണ്ട് തന്നെ ആ അഡീഷണൽ എക്സ്പെൻഡിച്ചർ സഭ ഏതെങ്കിലും കാലത്ത് അംഗീകരിച്ചു കൊള്ളും എന്ന രീതിയിലത്തേക്കുള്ള ഒരു മുൻധാരണ സർക്കാരിന് പാടില്ല, ക്യാബിനറ്റിന് പാടില്ല എന്നുകൂടി കോടതി ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ ലക്ഷ്യങ്ങളാണോ ഈ നവകേരള സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെയാണ് പാർട്ടിയുടെ ആഭ്യന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞത് എന്നതിനെക്കുറിച്ച് ഈ പെറ്റീഷണർമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ കാര്യത്തിനെ അവഗണിക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നുണ്ട്. കാരണം ഈ വിഷയത്തിൽ 6ാമത്തെ റെസ്പോണ്ടൻ്റായിട്ട് ചേർത്തിരുന്നത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദനെയാണ്. അദ്ദേഹം ഒരു അഫിഡവിറ്റ് അവിടെ സമർപ്പിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റ് വായിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് വളരെ വേഗമായിട്ടാണ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുകൂടി കോടതി പറയുന്നുണ്ട്. ഇവിടെ കാതലായിട്ടുള്ള വിഷയങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുകൂടി കോടതി പറഞ്ഞു വയ്ക്കുന്നുണ്ട്.
എങ്ങനെയാണ് സർക്കാരിൻ്റെ ഈ ഉത്തരവിന് മുൻപ് ഈ പാർട്ടിയുടെ തീരുമാനം അത് ഒരു രേഖയായിട്ട് പാർട്ടിയുടെ ഘടകങ്ങളിലേക്ക് എത്തിയത് എന്നതിനെക്കുറിച്ച് ശ്രീ എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുമുള്ള വിശദീകരണം ഉണ്ടായിട്ടില്ല എന്ന് കോടതി ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ഒരു വിവരം പാർട്ടി കേഡറുകളെ അറിയിക്കുക വഴി ഈ വോളണ്ടിയർമാരായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരവസരം പാർട്ടിക്കാർക്ക് ആദ്യമേ നൽകുകയും അവരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ രജിസ്ട്രേഷൻ അതിലേക്ക് ഉണ്ടാവുകയും ചെയ്ത് പിന്നീട് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്ന സമയത്തേക്ക് ഓൾറെഡി നിരവധി വോളണ്ടിയർമാരെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക കൂടി ഇതിൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു എന്ന രീതിയിലത്തേക്ക് പരിഗണിക്കാൻ കഴിയും. അതാകുമ്പോൾ പിന്നീട് ഈ സർവേ നടത്തുമ്പോൾ ആ സർവേയുടെ ഭാഗമാകുന്ന വോളണ്ടിയർമാരൊക്കെ തന്നെ നേരത്തെ ഈ ഇൻഫർമേഷൻ കിട്ടി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന CPMകാരായിട്ടുള്ള ആൾക്കാർ തന്നെയാകും. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടായിരുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായിട്ട് ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർവേയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായി നടപ്പാക്കുന്നതിനോ ആ നടപ്പാക്കുന്ന നയരൂപീകരണം എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുന്നതിനോ ഈ സർക്കാരിന് അല്പം പോലും സമയം കിട്ടില്ല എന്ന കാര്യത്തിനെക്കുറിച്ച് കോടതിക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ തെറ്റായ രീതിയിലത്തേക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിലത്തേക്കും ഈ പദ്ധതി തന്നെ അതിൻ്റെ പേരിൽ നടപ്പാക്കാൻ കഴിയില്ല എന്നുമാണ് കോടതി പറയുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സർക്കാരിൻ്റെ വിവിധ ഉത്തരവുകൾ, ക്യാബിനറ്റ് എടുക്കുന്ന പല തീരുമാനങ്ങൾ, നിയമസഭയിൽ തന്നെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് നൽകുന്ന രേഖാമൂലമുള്ള ഉത്തരങ്ങൾ, ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളുമായി ബന്ധപ്പെട്ട്, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട്, സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ മതിയായ എല്ലാ വിവരവും സർക്കാരിൻ്റെ അല്ലെങ്കിൽ വിവിധ വകുപ്പുകളുടെ ഒക്കെ തന്നെ കയ്യിലുണ്ട് എന്നാണ്. കാരണം അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ രേഖാമൂലം മറുപടി പറയാറുണ്ട്. അതിനർത്ഥം പ്രത്യേകിച്ച് ഒരു സർവേ നടത്തിയതിന് ശേഷം മാത്രമേ സർക്കാരിന് ഈ കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തന്നെ കാര്യക്ഷമതയൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് പറയുന്നത് വെറുതെയാണ്. അതുകൊണ്ട് തന്നെയാണ് മുമ്പ് ഇതേ പരിപാടി തന്നെ നവകേരള സദസ്സ് എന്ന പേരിലൊക്കെ തന്നെ ഒരു മാമാങ്കമായിട്ട് സർക്കാർ ചെലവിൽ തന്നെ നടത്തിയിരുന്ന സമയത്ത് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നതും. നമ്മുടേത് വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടേതായിട്ടുള്ള മെച്ചമല്ല, മറിച്ച് ട്രഡീഷണലായിട്ട് പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ വളരെ കൃത്യമായിട്ട് ഈ ഗ്രാസ് റൂട്ട്സ് ലെവലിലുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ സ്കീമുകളുടെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചും അവരുടെ ഫീഡ്ബാക്ക് എന്താണ് എന്നതിനെക്കുറിച്ചും കൃത്യമായിട്ട് ഈ സംവിധാനത്തിന് തന്നെ അറിവുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സർവേ കൊണ്ടുവന്ന് ഇലക്ഷൻ്റെ തലേ ദിവസം ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയെടുത്ത് അതിനെ വിശകലനം ചെയ്ത് ഒരു നയരൂപീകരണത്തിലേക്ക് പോകേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല എന്നുള്ളതാണ് വ്യക്തം. സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ താല്പര്യങ്ങളെ സർക്കാർ ചെലവിൽ വീട് വീടാന്തരം കയറിയിറങ്ങി പ്രചരണം നടത്തുന്നതിനുള്ള ഒരു പ്ലാൻ, ആ പ്ലാനിനെയാണ് കേരള ഹൈക്കോടതി ഇന്നത്തെ ഉത്തരവിലൂടെ വെടിവെച്ച് താഴെയിട്ടിരിക്കുന്നത്. ഒരു തരത്തിലും ജനോപകാരപ്രദമായി മാറാവുന്ന ഒരു പദ്ധതി ആയിരുന്നില്ല ഇത്. നമ്മുടെ നാട്ടിൽ താഴെ തട്ടിൽ വരെ അതിശക്തമായി പ്രവർത്തിക്കുന്ന പഞ്ചായത്തി രാജ് സംവിധാനമുള്ളപ്പോൾ എല്ലാ ആൾക്കാരെയും കുറിച്ച്, ക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമതയെക്കുറിച്ച് കൃത്യമായി വിവരം ശേഖരിക്കുന്നതിന് നമുക്ക് എല്ലാവിധ മാർഗങ്ങളുമുണ്ട് എന്നിരിക്കെ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് നടത്തുന്ന പദ്ധതികളെല്ലാം തന്നെ ഇതേപോലെ തന്നെ വെടിവെച്ച് താഴെയിടേണ്ടതാണ്. കാരണം അതെല്ലാം തന്നെ അന്യായമാണ്, ഇതെല്ലാം തന്നെ ധൂർത്താണ്, ഇതെല്ലാം തന്നെ ഏകപക്ഷീയമാണ്, ഇതെല്ലാം തന്നെ ഒരു വെള്ളാനയുമാണ്. അതുകൊണ്ട് തന്നെ ജനപക്ഷത്ത് നിന്ന് ചിന്തിച്ച് ജനങ്ങളുടെ പണം ഉപകാരപ്രദമായ രീതിയിൽ മാത്രമേ ചെലവാക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുന്നതിന് മുൻകൈയെടുത്ത കേരള ഹൈക്കോടതിക്കും ഒപ്പം ഈ പെറ്റീഷനുമായി പോയിരിക്കുന്ന KSUവിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാരവാഹികൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.